നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യൂറോ കപ്പിൽ ഒരു കിടിലൻ പോരാട്ടമാണ് ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത്. കരുത്തരായ സ്പെയിനും ഇറ്റലിയും തമ്മിലാണ് ഇന്ന് ഏറ്റുമുട്ടുന്നത്. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 ജർമ്മനിയിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക. നമുക്കറിയാം, കഴിഞ്ഞ മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നു. ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് പ്രീ ക്വാർട്ടർ യോഗ്യത കരസ്ഥമാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്തെത്താനും സാധിക്കും. ഗ്രൂപ്പിൽ ഒന്നാമതെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വിജയം മാത്രമായിരിക്കും രണ്ട് ടീമിന്റെയും ലക്ഷ്യം. ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ക്രൊയേഷ്യയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് അന്ന് സ്പെയിൻ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ മികച്ച പ്രകടനം അവർ നടത്തിയിരുന്നു. ഇറ്റലിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അൽബേനിയയെ 1-2 ഗോളുകൾക്ക് അവർ തോൽപ്പിച്ചിട്ടുണ്ട്. അൽബേനിയ തുടക്കത്തിൽ തന്നെ ഒരു ഗോൾ നേടിയെങ്കിലും പിന്നീട് 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഇറ്റലി ഈ ഒരു മത്സരത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. രണ്ട് ടീമുകളുടെയും ഒരു സാധ്യത 11 നമുക്കൊന്ന് പരിശോധിക്കാം. സ്പെയിനിന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ഉനൈ സിമോൺ തന്നെയായിരിക്കും. പ്രതിരോധ നിരയിൽ കാർവഹൽ, ലെനോർമാൻഡ്, നാച്ചോ കുക്കുറയ എന്നിവരായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ ഫാബിയാൻ റോയിസ്, റോഡ്രി, പെഡ്രി എന്നിവർ അണിനിരക്കും. മുന്നേറ്റ നിരയിൽ ലാമിന യമാൽ, മൊറാറ്റ, നിക്കോ വില്യംസ് എന്നിവരായിരിക്കും ഉണ്ടാവുക. ഇനി ഇറ്റലിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഗോൾ കീപ്പർ പൊസിഷനിൽ ഡൊണ്ണാരുമ തന്നെയായിരിക്കും. പ്രതിരോധ നിരയിൽ ഡി ലോറൻസോ, ബാസ്റ്റോണി, കലാഫിയോറി, ഡിമാർക്കോ എന്നിവരായിരിക്കും. മധ്യനിരയുടെ കാര്യത്തിലേക്ക് വന്നാൽ ജോർഗീഞ്ഞോ, ബറല്ല, ഫ്രറ്റേസി എന്നിവരായിരിക്കും. മുന്നേറ്റ നിരയിൽ പെല്ലഗ്രീനിയും അതുപോലെ തന്നെ കിയേസയും സ്കമാക്കയുമാണ് ഉണ്ടാവുക. മികച്ച ഒരു നിരയെ തന്നെയാണ് രണ്ട് ടീമുകളും അണിനിരത്തുക എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല. നിലവിൽ പോയിന്റ് പട്ടികയിൽ സ്പെയിൻ 1-ാമത്, ഇറ്റലി 2-ാമത്, അൽബേനിയ 3-ാമത്, ക്രൊയേഷ്യ 4-ാമത് എന്നിങ്ങനെയാണ് വരുന്നത്. ഇനി ഹെഡ് ടു ഹെഡ് കണക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. അവസാനമായി രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയത് 2023 യുവേഫ നാഷൻസ് ലീഗിലാണ്. അന്ന് 1-2 ഗോളുകൾക്ക് ഇറ്റലിയെ തോൽപ്പിക്കാൻ സ്പെയിനിന് കഴിഞ്ഞിരുന്നു. 2021 ഒക്ടോബറിൽ നടന്ന മത്സരത്തിലും 1-2 ഗോളുകൾക്ക് സ്പെയിൻ ഇറ്റലിയെ തോൽപ്പിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ യൂറോ കപ്പ് സെമി ഫൈനലിൽ ഇറ്റലി പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സ്പെയിനിനെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഫൈനൽ പ്രവേശനം സാധ്യമാക്കിയിരുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.